ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ പാകിസ്ഥാൻ മൽബറിയുടെ കാഴ്ചകളാണ്. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്യാറുണ്ടല്ലോ. അപ്പം പ്ലാന്റുകളിൽ കൂടുതലും നമുക്ക് ഇതുപോലെ ഫ്രൂട്ടുകൾ കിട്ടണമെങ്കിൽ നമ്മൾ പ്ലാന്റുകൾ വളർന്നു കഴിഞ്ഞാൽ ഫ്രൂട്ട് കിട്ടുന്ന സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്ലാന്റുകൾ പ്രൂൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഫലം അതിൽ നമുക്ക് ഉണ്ടാകത്തുള്ളൂ. ഇത് നമ്മുടെ ഒരു പാകിസ്ഥാൻ മൽബറിയാണ്. ഇത് കഴിഞ്ഞ ഒരു മാസം മുമ്പ് നമ്മൾ ഇത് പ്രൂൺ ചെയ്ത് കൊടുത്തതാണ്. കാര്യം പ്രൂൺ ചെയ്യുന്നതിന് മുമ്പ് ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുകയായിരുന്നു. ഇതിൽ 1-2 കായൊക്കെ അവിടെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം പ്രൂൺ ചെയ്തതിന് ശേഷം ഉള്ള കാഴ്ച നമുക്കൊന്ന് കാണാം. ഇത് കണ്ടോ, ഇതിന്റെ ഈ ഇലയുടെ അടിയിലേക്ക് നോക്കി, ഇതുണ്ടോ മൽബറിക്ക നിറയെ കായ്ച്ചു കിടക്കുന്നുണ്ടോ. ഈ ചെറിയ ചട്ടിക്കകത്ത് വെച്ചിരിക്കുന്ന ഈ മൽബറിയയിലാണ് നമുക്ക് ഇതുപോലെ മൽബറിക്ക ഉണ്ടായി കിടക്കുന്നത്. അതുപോലെ ഇത് കണ്ടോ, ഇങ്ങോട്ട് നോക്കി, ഈ സൈഡിലോട്ട് നോക്കി, ഇത് കണ്ടോ കിടക്കുന്നത് നിറയെ മൽബറിക്ക കായ്ച്ചു കിടക്കുകയാണ്. ഇതാണ് നമ്മൾ പ്രൂണിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതുപോലെ റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇത് നമ്മുടെ പാകിസ്ഥാൻ മൽബറിയുടെ ഒരു കാഴ്ചയാണ്. അപ്പോൾ പാകിസ്ഥാൻ മൽബറിയെ നിറയെ പ്രൂൺ ചെയ്ത് കായ പിടിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രൂണിങ്ങിന്റെ മറ്റൊരു കാഴ്ച നിങ്ങളെ കാണിക്കാം. ഇത് നമ്മുടെ സ്ട്രോബെറി പേരയാണ്. സ്ട്രോബെറി പേര നമ്മൾ ഇത് കണ്ടോ, ഇവിടെ നിന്നെല്ലാം കട്ട് ചെയ്തിരിക്കുകയാണ്. ഈ കമ്പുകളെല്ലാം നിറയെ പന്തലിച്ച് നിന്ന ഒരു സ്ട്രോബെറി പേരയാണ്. അത് മൊത്തം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് അതിൽ അടുത്ത തളിരുകൾ വരികയാണ്. കണ്ടോ, അതിനകത്തെല്ലാം പൂക്കൾ വരുന്നുണ്ടോ. ഇത് നിങ്ങൾക്ക് കാണാമെന്ന് അറിയത്തില്ല, ചെറിയ പൂക്കളായതുകൊണ്ട്. ഇത് കണ്ടോ, ഇത് നിറയെ പൂക്കൾ വരികയാണ്. ഈ വരുന്ന എല്ലാ തണ്ടയിലും നിറയെ പൂക്കൾ വരുവാണ്. അപ്പൊ ഇങ്ങനെ പൂക്കൾ വന്നാൽ ഇത് നല്ലപോലെ തന്നെ ഇത് കായ്ക്കുവാനിടയാവും. നമ്മൾ പ്ലാന്റുകൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതുപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് കാര്യമായ റിസൾട്ട് അതിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ വീടുകളിൽ പ്ലാന്റുകൾ വെക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്രൂട്ട് സ്റ്റേജ് ആയ പ്ലാന്റുകൾ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുക. പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ നിറയെ നമുക്ക് ഇതുപോലെ ഫ്രൂട്ടുകൾ കിട്ടും. അപ്പം വീണ്ടും ഇത് കണ്ടോ, നമ്മുടെ പ്രൂണിങ് കൊണ്ടുള്ള പ്രത്യേകതകളാണ് ഈ കാണിക്കുന്നത്. കണ്ടോ, ഇതെല്ലാം നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്ത കമ്പുകൾ, അത് കണ്ടോ, കട്ട് ചെയ്ത കമ്പുകൾ. അതിന്റെ അവിടുന്ന് വന്നിരിക്കുന്ന 2 ബ്രാഞ്ചസുകളാണിത്. ഈ 2 ബ്രാഞ്ചസിലും എത്ര മൽബറിക്ക ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കി. ഇതുപോലെ പ്രൂണിങ്ങിലൂടെ നമുക്ക് ആവശ്യത്തിന് ഫ്രൂട്ടുകൾ ഇതുപോലെ നമ്മുടെ ആഗ്രഹപ്രകാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് കാണാം. ബൈ ബൈ.